ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് സ്വാഗതം. ആറാഴ്ചയിലെ തുടർച്ചയായ വീക്കിലി ലോസ് ആയിട്ടുള്ള ഒരു ക്ലോസിങ്ങിന് ശേഷം പൊതുവെ ഇംപ്രൂവ് ആയിട്ടുള്ള ഗ്ലോബൽ ആൻഡ് ലോക്കൽ ക്യൂസിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ടോടുകൂടി ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നിഫ്റ്റി ലാസ്റ്റ് വീക്ക് നൽകിയത്. അപ്പോൾ ഇത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ആ ഒരു സെൻറ്റിമെൻറ്റ്സിനെ കുറച്ചെങ്കിലും ഉയർത്താൻ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മുഴുവൻ എക്സ്ട്രീം ഫിയർ സോണിൽ കിടന്ന വിപണി ഇപ്പോഴും ആ ഒരു ടെറിട്ടറിയിൽ നിന്ന് പുറത്ത് കടന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മാർക്കറ്റിൽ ആ ഒരു മൊമെൻറ്റം ഉണ്ടാകാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ മൊമെൻറ്റം ഉണ്ടാകാത്തതിനുള്ള പ്രധാന കാരണമായിട്ട് നമ്മൾ കാണുന്നത് FIIസിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെല്ലിംഗ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം അവർ 10,000 കോടിയുടെ ഒരു സെല്ലിംഗ് ആണ് ക്യാഷ് മാർക്കറ്റിൽ നടത്തിയിട്ടുള്ളത്. എന്നാൽ അവിടെ ആശ്വാസകരമായ ഒരു കാര്യം, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 19,000 കോടിയുടെ ഒരു ബൈങ് കഴിഞ്ഞ ആഴ്ച നടത്തിയിട്ടുണ്ട്. നമ്മുടെ മാർക്കറ്റ് ഒരു പ്രതിരോധം തീർത്ത് നിൽക്കുന്നത് ഈ ഒരു DIIസിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ടാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റി 50 1 വീക്കിൽ ഉണ്ടായിട്ടുള്ള ഒരു ഗെയിൻ എന്ന് പറയുന്നത് 0.68% ആണ്. എന്നാൽ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ആ രീതിയിലുള്ള ഒരു ഗെയിൻ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മിഡ് ക്യാപ്പ് 150 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 0.09% ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഗെയിനാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ സ്മോൾ ക്യാപ്പിൽ -0.11% ഒരു ലോസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റിൽ ഓവറോൾ ആ ഒരു മൊമെൻറ്റം തിരിച്ചു വന്നിട്ടില്ല. അതേപോലെ തന്നെ നമ്മുടെ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ അവിടെ 2 പ്രധാനപ്പെട്ട സെക്ടറിലാണ് ഒരു ഗെയിൻ ഉണ്ടായിട്ടുള്ളത്. അത് ഓട്ടോ സെക്ടറിലും അതുപോലെ ഫാർമ സെക്ടറിലുമാണ്. നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ് 2% ഒരു ഗെയിൻ കഴിഞ്ഞ ആഴ്ച നേടി. നിഫ്റ്റി ഫാർമ ഇൻഡെക്സ് 3.6% ഒരു അമ്പിച്ച ഗെയിനും നേടിയതായിട്ട് കാണാം. എന്നാൽ നിഫ്റ്റി FMCG ഏകദേശം 1% ഫോള് നടന്നതായിട്ടും കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ആഴ്ച എല്ലാവരും പ്രതീക്ഷിച്ച ഒരു ഇവന്റ് ആയിരുന്നു ട്രംപ് പുടിൻ കൂടിക്കാഴ്ച. ആ ഒരു കൂടിക്കാഴ്ചയിൽ ആ റഷ്യ യുക്രൈൻ വാറിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാവുമെന്നോ വെടിനിർത്തൽ ഉണ്ടാവുമെന്നോ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു 50-50 സാധ്യത മാത്രമേ അതിന് കൽപ്പിച്ചിരുന്നുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെയാണ് അതിൻ്റെ ഔട്ട്കം വന്നിട്ടുള്ളത്. അവിടെ ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ ഒരു ഡീലിലെത്താൻ പറ്റിയിട്ടില്ല എന്നുമാണ് മൊത്തത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ 2 നേതാക്കന്മാരും അടുത്ത റൗണ്ട് ടോക്കിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല സൈനാണ്. പ്രത്യേകിച്ച് റഷ്യ യുക്രൈൻ വാർ അനിശ്ചിത കാലത്തേക്ക് ഇങ്ങനെ നീണ്ടുപോകുന്നത് ഒരിക്കലും ഗ്ലോബൽ എക്കണോമിക്ക് ഗുണകരമല്ല. അപ്പോൾ മീറ്റിങ്ങിന് തൊട്ട് മുമ്പ് പല വിധത്തിലുള്ള വിയോജിപ്പുകളും ഈ 2 ലോക നേതാക്കളും വെച്ച് പുലർത്തിയിരുന്നു എന്ന് പല മീഡിയ റിപ്പോർട്ടിൽ നമുക്ക് കാണാം. എന്നാൽ മീറ്റിങ്ങിന് ശേഷം ഉണ്ടായിട്ടുള്ള ഫൈനലായിട്ടുള്ള അവരുടെ പ്രസ് കോൺഫറൻസും മറ്റ് ഇന്റർവ്യൂകളും സൂചിപ്പിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം ഈ ഒരു ഉക്രൈൻ റഷ്യ വാറിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ്. അപ്പോൾ അടുത്ത ഓഗസ്റ്റ് 22 മുമ്പായിട്ട് ഒരു ട്രൈലാറ്ററൽ മീറ്റിംഗ് ഈ 3 രാജ്യങ്ങൾ തമ്മിൽ സെലൻസ്കിയും പുടിനും ട്രംപും അടങ്ങുന്ന ഒരു മീറ്റിംഗ് ഉണ്ടാകുമെന്നാണ് യൂറോപ്യൻ ലീഡേഴ്സിനോട് അഡ്രസ്സ് ചെയ്തുകൊണ്ട് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അനിശ്ചിതമായി നീണ്ടുപോകുന്ന റഷ്യ ഉക്രൈൻ തർക്കം അത്ര എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിക്കുന്ന ഒന്നല്ലെന്നും ട്രേഡ് ഭീഷണികളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാനാവില്ലെന്നും ട്രംപ് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ഒടുവിൽ വന്നിട്ടുള്ള പ്രതികരണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ ഇന്ത്യക്കെതിരെ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു എക്സ്ട്രാ പെനാൾട്ടി അത് എടുത്തു കളയാനുള്ള സാധ്യത ഉണ്ടെന്നും ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇനി അത് എടുത്തു കളഞ്ഞാലും ഇല്ലെങ്കിലും നിലവിലുള്ള 25% താരിഫ് അത് ഇന്ത്യൻ എക്കണോമിയെ വലിയ തോതിൽ ബാധിക്കില്ലെന്നാണ് പൊതുവെ അനലിസ്റ്റുകളൊക്കെ വിലയിരുത്തുന്നത്. ഒന്നാമത് നമ്മുടെ എക്കണോമി എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് കൺസംഷൻ ഡ്രിവൺ ആണ്. 60% ആ ഒരു മേഖലയിൽ നിന്നാണ് നമ്മുടെ വരുമാനം വരുന്നത്. ഇപ്പോൾ S&P ഗ്ലോബൽ കഴിഞ്ഞ ആഴ്ച പുറത്തുവിട്ടിട്ടുള്ള ആ റിപ്പോർട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്, ഇന്ത്യൻ എക്കണോമിയിൽ വലിയൊരു ഇമ്പാക്റ്റ് ഈ താരിഫ് ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ PM മോഡി സൂചന നൽകിയ GST പരിഷ്കാരങ്ങൾ വിപണിയിൽ അടുത്ത ആഴ്ച ചില സെക്ടറുകളിൽ ശക്തമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നിലവിൽ നമുക്കറിയാം GST എന്ന് പറയുന്നത് പല സ്ലാബുകളിൽ നമുക്ക് കാണാം. ഇപ്പോൾ 0% GST ഉണ്ട്, 3% ഉണ്ട്, 5% ഉണ്ട്, 12% ഉണ്ട്, 18% ഉണ്ട്, 28% ഉണ്ട്. ഇത് കൂടാതെ തന്നെ ചില പ്രൊഡക്റ്റുകൾക്ക് അഡീഷണൽ സെസ് ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ മൊത്തത്തിലുള്ള GST ചിലപ്പോൾ 40% കൂടുതലൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയതുമായ ഒരു സ്ട്രക്ചറാണ് നിലവിൽ GST ടാക്സ് സ്ട്രക്ചറിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് ഒരു 3 സ്ലാബുകളിലേക്കായിട്ട് ചുരുക്കാനാണ് ഗവൺമെന്റിന്റെ നീക്കം. അത് 5%, 18%, 40%. അപ്പോൾ അത്തരത്തിലുള്ളൊരു നീക്കം ഗവൺമെന്റ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ദീപാവലിയുടെ ആ ഒരു ഫെസ്റ്റിവൽ സീസണിലാണ്. അപ്പോഴേക്കും ഇതിലൊരു തീരുമാനമാകുമെന്നാണ്
പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ പ്രപ്പോസ് ചെയ്തിട്ടുള്ള GSTയുടെ പരിഷ്കാരത്തിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് 12% എന്നുള്ള ആ ഒരു സ്ലാബ് എടുത്തു കളഞ്ഞുകൊണ്ട് അപ്പോൾ അതിലുൾപ്പെട്ട ഏകദേശം 99% പ്രൊഡക്റ്റുകളെയും 5% മാറ്റുക എന്നുള്ളതാണ്. അത് കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ 12% 5% പോകുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് ഗുണം ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഷുഗർ, ബോയിൽഡ് കൺഫെക്ഷനറി, ജാംസ് ആൻഡ് മാർമലേഡ്, കണ്ടൻസ്ഡ് മിൽക്ക്, പ്രിസർവ്ഡ് മീറ്റ്, വെജിറ്റബിൾസ്, ഫിഷ്, ഇൻസുലിൻ, ആനിമൽ ഫാറ്റ്, ബീവറേജസ്, ടേബിൾ വെയർ, കിച്ചൺ വെയർ, ഡയഗ്നോസ്റ്റിക് കിറ്റ്സ്, ഹാൻഡ് ബാഗ്സ്, അംബ്രല തുടങ്ങിയിട്ടുള്ള കൺസ്യൂമർ ഗുഡ്സിനെയാണ് അത് പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം പ്രൊഡക്റ്റുകൾ വിൽപ്പന നടത്തുന്ന സ്റ്റോക്കുകൾ FMCG സെഗ്മെന്റിലും കൺസ്യൂമർ ഡ്യൂറബിൾ സെഗ്മെന്റിലുമുള്ള സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു ചേഞ്ച് വരാൻ പോകുന്നത് 28% നിന്ന് 18% വരുന്ന ഒരു ചേഞ്ചാണ്. അപ്പോൾ ഈ 28% ഈ സ്ലാബ് അതിൻ്റെ 2017 അത് തുടങ്ങുമ്പോൾ 229 പ്രൊഡക്റ്റുകൾ ആ സ്ലാബിലുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഓരോ ബജറ്റിലും ഓരോ പരിഷ്കരണം വരുമ്പോഴും അവിടെ നിന്ന് പല പ്രൊഡക്റ്റുകളെയും 18 മാറ്റിയിരുന്നു. ഇപ്പോഴും 28% നിൽക്കുന്ന ചില പ്രൊഡക്റ്റ് നോക്കുകയാണെങ്കിൽ സിമെൻറ്റ്, അതുപോലെ സർട്ടൺ ടൈപ്പ് ഓഫ് എയർ കണ്ടീഷണേഴ്സ്, ഡിഷ് വാഷേഴ്സ്, അതുപോലെ ഓട്ടോമൊബൈൽ, SUVs, കാറുകൾ, മോട്ടോർ പോലെയുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ആ 28% നിൽക്കുന്ന സിൻഗുഡ്സ് എന്ന് പറയുന്നത് സിഗരറ്റ് പോലെയുള്ള സമൂഹത്തിന് ഗുണകരമല്ലാത്ത അത്തരം പ്രൊഡക്റ്റുകളെ 40% എന്നുള്ള സ്ലാബിലേക്ക് മാറ്റാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ആൽക്കഹോള്, അതുപോലെ പെട്രോൾ, ഡീസൽ ഇപ്പോഴും സ്റ്റേറ്റിന്റെ പരിധിയിലായതുകൊണ്ട് GST പരിഷ്കാരത്തിൽ അത് ഉൾപ്പെടില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 28% നിന്ന് 40% എന്നുള്ള ലെവലിലേക്ക് പോകുന്ന പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ സിഗരറ്റ്സ്, എയറേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് തുടങ്ങിയ പ്രൊഡക്റ്റുകളാവും കാര്യമായിട്ട് പോകാൻ സാധ്യത. അപ്പോൾ അത്തരം പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളിൽ അത് നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം. അതുപോലെ 28 നിന്ന് 18% വരികയാണെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഓട്ടോമൊബൈൽ സെഗ്മെന്റ് അവിടെയുള്ള സ്റ്റോക്കുകളിൽ ഇത് ഗുണകരമാകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ അടുത്ത ആഴ്ച വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വാർത്തയായിരിക്കും ഈ GST പരിഷ്കാരങ്ങൾ. അടുത്ത ആഴ്ചയിൽ മറ്റൊരു ഗ്ലോബലി സ്വാധീനിക്കാവുന്ന ഒരു ഇവന്റ് എന്ന് പറയുന്നത് US ഫെഡ് റേറ്റ് കട്ട് ആയി ബന്ധപ്പെട്ടിട്ടുള്ള കഴിഞ്ഞ മാസം നടന്ന മീറ്റിംഗിന്റെ മിനിറ്റ്സ് അത് വെനസ്ഡേ പ്രസിദ്ധീകരിക്കാൻ പോവാണ്. ഇപ്പം മിനിറ്റ്സിൻ്റെ ഒരു പ്രത്യേകത, ആ മിനിറ്റ്സിൽ അതിലെ ഓരോ അംഗങ്ങളും പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളും വരാൻ പോകുന്ന റേറ്റ് കട്ടിൻ്റെ സൂചനകളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ അവിടെ അത്തരത്തിൽ സെപ്റ്റംബർ മാസത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള റേറ്റ് കട്ടിൻ്റെ സാധ്യത ഉണ്ടോ ഇല്ലേ എന്നുള്ള നിഗമനത്തിൽ എത്താനും കഴിയും. അപ്പോൾ അത്തരത്തിലൊരു റേറ്റ് കട്ട് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമാകും. കാരണം ഇപ്പോൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ നിന്നും പണം പിൻവലിച്ചു കൊണ്ടുപോകുന്നതിനൊരു പോസ് ഉണ്ടാവും. കാരണം റേറ്റ് കട്ട് വർദ്ധിക്കുന്നതോടുകൂടി US ഡോളർ വീക്ക് ആവുകയും ട്രഷറി ഈൽഡ് ഡൗൺ ആവുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം അസറ്റ് ക്ലാസ്സുകളിൽ നിന്ന് പണം എമേർജിംഗ് മാർക്കറ്റിലേക്ക് വരും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ കുറച്ചുകൂടി ഫ്രഷ് ആയിട്ടുള്ള ബൈങ് നടക്കാനുള്ള സാധ്യതയുണ്ട്. ഫോറിൻ ഇൻഫ്ലോ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ റേറ്റ് കട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആയിരിക്കും. അപ്പോൾ ഏതായാലും ഇന്ത്യൻ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നമുക്കറിയാം ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇൻഫ്ലേഷനും അതിൻ്റെ റെക്കോർഡ് ലോയിലേക്ക് പോയിട്ടുണ്ട്. രാജ്യത്ത് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു മൺസൂൺ വെതർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഈ GST റിഫോംസ് ഉണ്ടാക്കാൻ പോകുന്ന ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ താരിഫിന്റെ ഒരു ഭീഷണി ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഇന്ത്യൻ മാർക്കറ്റ് കുറച്ചുകൂടി ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലെവലിൽ ഒരു സ്റ്റേബിളായിട്ട് നിൽക്കാൻ അപ്പോൾ ഇത്തരത്തിലുള്ള മാക്രോ ഫാക്ടേഴ്സ് വളരെ പോസിറ്റീവായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ അടുത്ത ആഴ്ച നിൽക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നിഫ്റ്റിയുടെ ഒരു ടെക്നിക്കൽ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ ഒരു 24,350 അതുപോലെ 24,570 എന്നീ ലെവലുകൾ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അതേപോലെ അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 24,700 24,800 എന്നുള്ള ലെവലായിരിക്കും. അപ്പോൾ ആ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് 24,950, അതുപോലെ അടുത്ത റെസിസ്റ്റൻസ് ആയാലും 25,080, അതിനടുത്ത റെസിസ്റ്റൻസ് ആയാലും 25,205 എന്നീ ലെവലുകളൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ലെവലുകൾ. അപ്പോൾ അടുത്ത ആഴ്ച നമ്മുടെ മാർക്കറ്റിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചലനം ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി IPOകളുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ IPO സെഗ്മെന്റിൽ നിലക്കാത്ത പ്രവാഹമാണ് നമ്മൾ കാണുന്നത്. ഓരോ ആഴ്ചയിലും ഇഷ്ടംപോലെ IPOകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 5ഓളം പുതിയ മെയിൻ ബോർഡ് IPOകളാണ് അടുത്ത ആഴ്ച ഓപ്പൺ ആകുന്നത്. ഇപ്പം നിലവിലെ 3 IPOകൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് നോളജ് റിയാലിറ്റി ട്രസ്റ്റിൻ്റെത് 18-ാം തീയതി ലിസ്റ്റ് ചെയ്യപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ റീഗാൽ റിസോഴ്സസ് ലിമിറ്റഡ് 20-ാം തീയതി ലിസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ബ്ലൂ സ്റ്റോൺ ജ്വല്ലറി ആൻഡ് ലൈഫ് സ്റ്റൈല് അത് 19-ാം തീയതി ലിസ്റ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
അപ്പോൾ അടുത്ത ആഴ്ച ഓപ്പൺ ആകുന്ന മെയിൻ ബോർഡ് IPOകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് ശ്രീജി ഷിപ്പിംഗ് ഗ്ലോബൽ ലിമിറ്റഡ് ആണ്. 410 കോടിയുടെ ഈ ഒരു IPO 240 252 എന്നുള്ള പ്രൈസ് ബാൻഡിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഷിപ്പിംഗ് കമ്പനി ഇന്ത്യൻ ശ്രീലങ്കൻ പോർട്ടുകളിൽ കാർഗോ ഷിപ്പിംഗ് അതുപോലെ ലോജിസ്റ്റിക് സർവീസ് നടത്തുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇവരുടെ ഒരു ഫൈനാൻഷ്യൽ ഡാറ്റകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഫുള്ളി പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു IPO ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സെഗ്മെൻറ്റിൽ മറ്റ് പിയേഴ്സിനൊന്നും നമുക്ക് കാണാത്തത് കൊണ്ട് തന്നെ ഒരു ഫാൻസി ആയിട്ടുള്ള ഒരു പ്രൈസിൽ ലിസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു IPO ആയിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുക. നിലവിൽ ഇതിൻ്റെ PE 26 എന്ന PEയിലാണ്. അത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 29 എന്ന ലെവലിലേക്ക് PE ഉയരാനുള്ള സാധ്യതയുമുണ്ട്. മറ്റൊരു IPO നമ്മൾ കാണുന്നത് ജം എയറോമാറ്റിക്സ് ലിമിറ്റഡ് ആണ്. ഇത് 451 കോടിയുടെ ഒരു IPO സൈസാണ്. 309 325 എന്നുള്ള IPO പ്രൈസിലാണ് ഇത് വരുന്നത്. ഇപ്പോൾ അരോമ കെമിക്കൽസ് അതുപോലെ അതിൻ്റെ വാല്യൂ ആഡഡ് ഡെറിവേറ്റീവ് ഒക്കെ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ജം എയറോമാറ്റിക്സ് ലിമിറ്റഡ്. അപ്പോൾ ഇതിൻ്റെ ഫൈനാൻഷ്യൽസ് വെച്ച് നോക്കുമ്പോൾ ഈ IPO പ്രൈസ് അതിനോട് നീതീകരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൈസാണ്. PE 28 എന്ന ലെവലിലാണ് കാണാൻ കഴിയുക. ലിസ്റ്റിന് ശേഷം അത് 31 എന്ന ലെവലിലേക്ക് പോയേക്കാം. ഇതിൻ്റെ ഒരു പിയേഴ്സ് ആയിട്ട് നമ്മൾ കാണുന്നത് ക്ലീൻ സയൻസസ്, പ്രിവി സ്പെഷ്യാലിറ്റി, കാംലിൻ ഫൈൻ, യാഷോ ഇൻഡസ്ട്രീസ്, ഓറിയന്റൽ എയറോമാറ്റിക്സ് പോലെയുള്ള പല കമ്പനികളെയും നമുക്ക് കാണാൻ കഴിയും. അപ്പം അത്തരം ഒരു കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയറിലാണ് ഈ ഒരു കമ്പനി വരുന്നത്. ഇപ്പോൾ പിയേഴ്സിൻ്റെ ഒരു PE റേഷ്യോ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ PE കുറച്ചുകൂടി റീസണബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ലിസ്റ്റിംഗ് ഗെയിൻ നേടിയേക്കാൻ സാധ്യതയുള്ള ഒരു IPO ആയിട്ടാണ് ഇത് കാണാൻ കഴിയുന്നത്. മാർക്കറ്റിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു IPO എന്ന് പറയുന്നത് വിക്രം സോളാറിൻ്റെ IPO ആണ് അടുത്ത ആഴ്ച ഓപ്പൺ ആകുന്നത്. 279 കോടിയുടെ കുറച്ചും കൂടി വലിയൊരു IPO സൈസാണിത്. 315 332 പെർ ഷെയറിൽ വരാൻ പോകുന്ന ഈ ഒരു IPO പ്രൈസ് വാരി എനർജി അതുപോലെ തന്നെ പ്രീമിയർ എനർജി പോലെയുള്ള കമ്പനികളോട് മത്സരിക്കുന്ന വിക്രം സോളാറിന് അത് ഇന്ത്യയിലെ ലാർജസ്റ്റ് സോളാർ ഫോട്ടോവോൾട്ടൈക് മൊഡ്യൂൾ മാനുഫാക്ചറാണ്. അപ്പോൾ അതിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ IPO പ്രൈസ് വളരെയധികം ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് നമ്മൾ കാണുക. ഇപ്പോൾ US താരിഫുമായി ബന്ധപ്പെട്ട് വളരെയധികം ഭീഷണി നേരിടുന്ന ഒരു മേഖല കൂടിയാണിത്. അപ്പോൾ നിലവിൽ അതിൻ്റെ PE കാണുന്നത് 75 എന്നുള്ള PE ആണ്. ലിസ്റ്റിങ്ങിന് ശേഷം അത് 85 എന്ന ലെവലിലേക്ക് ഉയരും. അപ്പോൾ ഇതിൻ്റെ പിയേഴ്സ് ആയിട്ടുള്ള വാരി എനർജി, പ്രീമിയർ എനർജി, വെബ്സോൾ എനർജി പോലെയുള്ള സ്റ്റോക്കുകളിലുള്ള PE 30 42 ഒക്കെ അടക്കമാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഓവർ പ്രൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കമ്പനി എന്നുള്ള നിലക്ക് അതുപോലെ ഫ്യൂച്ചർ സെഗ്മെൻറ്റുള്ള ഒരു കമ്പനി എന്നുള്ള നിലക്കും ഇൻവെസ്റ്റേഴ്സ് ഇതിനോട് ഏത് രീതിയിലാണ് പ്രതികരിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. മറ്റൊരു മെയിൻ ബോർഡ് IPO കാണുന്നത് മംഗൾ ഇലക്ട്രിക്കൽസ് ഇൻഡസ്ട്രീസ് ആണ്. 400 കോടിയുടെ ഒരു IPO ആണിത്. 533 561 എന്നുള്ള ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇതിൻ്റെ IPO വരുന്നത്. അപ്പോൾ ഇവർ ഈ ട്രാൻസ്ഫോമർ പ്രോസസ്സിങ് അതിലുള്ള കമ്പോണൻസ് നിർമ്മിക്കുന്ന അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റീസെൻ്റ്ലി ഫൈനാൻഷ്യൽ ഡാറ്റ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി അഗ്രസീവ്ലി പ്രൈസ്ഡ് ആയിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ PE ഇപ്പോൾ 24 എന്ന ലെവലിലാണ്. ലിസ്റ്റിങ്ങിന് ശേഷം അത് 32 എന്ന ലെവലിലേക്ക് വരും. ഇവരുടെ പിയേഴ്സ് ആയിട്ട് നമ്മൾ കാണുന്നത് വിലാസ് ട്രാൻസ്കോർ അതേപോലെ JB ലാമിനേറ്റ്സ് പോലെയുള്ള സ്റ്റോക്കുകളാണ്. അതിൻ്റെയൊക്കെ PE 37 20 എന്ന ലെവലാണ്. മറ്റൊരു IPO നമ്മൾ കാണുന്നത് പട്ടേൽ റീറ്റെയിൽ ലിമിറ്റഡ് ആണ്. 242 കോടിയുടെ ഒരു ചെറിയൊരു IPO ആണ് ഇത്. 237 255 എന്നുള്ള ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇത് വരുന്നത്. ഇപ്പോൾ ടയർ 3 സിറ്റികളിൽ റീറ്റെയിൽ സൂപ്പർ മാർക്കറ്റ് ചെയിനുള്ള ഒരു കമ്പനിയാണിത്. ഇവരുടെ ഒരു ഫൈനാൻഷ്യൽ ഡാറ്റ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഫുള്ളി പ്രൈസ്ഡ് IPO ആണ്. പക്ഷെ വളരെ ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു മേഖലയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. കാരണം ഇവരുടെ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ട് നമ്മൾ കാണുന്നത് വിശാൽ മെഗാ മാർട്ട്, അവന്യൂ സൂപ്പർ മാർട്ട്സ്, സ്പെൻസർ റീറ്റെയിൽ പോലെയുള്ള കമ്പനികളാണ്. ഇതിൻ്റെ PE 25 എന്ന ലെവലിലാണ് കാണുക. 33 എന്ന ലെവലിലായിരിക്കും ലിസ്റ്റിങ്ങിന് ശേഷം അതിൻ്റെ PE വരിക. പക്ഷേ എങ്കിൽ പോലും നമുക്കറിയാം അവന്യൂ സൂപ്പർ മാർട്ട്സ് ആയാലും വിശാൽ മെഗാ മാർട്ട് ആയാലും അതൊക്കെ IPEയിലാണ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ലിസ്റ്റിംഗ് ഗെയിൻ നേടാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.